നമ്മൾ ഈ കുട്ടിയെ ഇപ്പോൾ വെറുതെ വേണമെങ്കിൽ വിടാം, കേസായിട്ടില്ലെങ്കിൽ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, മീഡിയകൾ മൊത്തം അറിഞ്ഞിരിക്കുകയാണ്, വൈറലായിരിക്കുകയാണ് ഇവരുടെ വീഡിയോ. ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല വന്നതാണ്. ആരാണ്? അരുണിന്റെ പാരന്റ്സ് ആണ്. ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ അരുൺ എന്ന് പേരുള്ളൊരു പയ്യനുണ്ടായി. ആളെ കൊണ്ട് വിളിക്കും. സാറേ, ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ല. ഇത് എന്തോ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പെട്ടുപോയതാണ്. പേര് എന്തായിരുന്നു? എൻ്റെ പേര് സത്യശീലൻ. സത്യശീല. ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് വളരെ നല്ല കുട്ടികളായിരിക്കും. പക്ഷെ പുറത്തു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ അവർക്ക് പുറത്തു വരുന്നത്. സാറേ, എൻ്റെ കുട്ടി അങ്ങനെയല്ല. അവൻ പുറത്ത് നല്ല കുട്ടി തന്നെയാണ്. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ അവനെ പറ്റിയിട്ട് ഞങ്ങളോട് അങ്ങനെ പറയാറുണ്ട്. ഇതെന്തപ്പം ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങളെപ്പോലെ കുട്ടികളെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് ഒരു പരിധി വരെ അവരെ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോൾ അറിയോ? ആ സ്കൂളിലുള്ള പല കുട്ടികൾക്കും ഡ്രഗ്സ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇയാളാണ്. അത് നിങ്ങൾക്ക് അറിയോ? ഇല്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മകൻ നല്ല കുട്ടിയായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? മോഹങ്ങളുടെ കൂമ്പാരങ്ങളായിട്ട് നടക്കുന്ന കുട്ടികളാണ് ഇവരൊക്കെ. ഒരു ചെറിയ ട്വിസ്റ്റ് മതി വഴിമാറിപ്പോവാൻ. വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലമല്ല. ഇതുപോലെ വളർന്നു വരുന്ന തലമുറ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ വീടിന്റെ നഷ്ടം മാത്രമല്ല, നമ്മുടെ നാടിന്റെ അല്ല, ഈ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നഷ്ടമാണ്. ഒരു പക്ഷെ ഒരു ഡോക്ടറോ ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റോ ഒക്കെ ആവേണ്ട വിദ്യാർത്ഥികളാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് എന്താ മനസ്സിലാക്കാത്തത്? സാറേ, ഈ പിള്ളേർ വീട്ടിൽ ചെന്നിട്ട് ഒരാവശ്യത്തിനെന്ന് പറഞ്ഞ് കാശ് ചോദിക്കുമ്പോൾ രക്ഷകർത്താക്കൾ വാരി കൊടുക്കും. അപ്പൊ ആ കാശ് കയ്യിലുള്ളപ്പോൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കും. പക്ഷേ 12 മണി വരെയും 1 മണി വരെയും 2 മണി വരെയൊക്കെ കുട്ടി കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അവനൊരു കാര്യം ചോദിക്കണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കണ്ടേ? സത്യശീല, നിങ്ങളുടെ മക്കള് 12 മണി വരെയും 1 മണി വരെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കളക്ട് ചെയ്യാനുള്ള വഴിയിലേക്കാണ് പോകുന്നത്, ഡാർക്ക് വെബ് വഴി. അത് മനസ്സിലാക്ക്. പഠനം മാത്രമല്ല അവിടെ നടക്കുന്നത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ ശ്രദ്ധിക്കുന്നതിന്റെ 100 ഇരട്ടി ശ്രദ്ധിക്കണം. അതാണ് കാലം. യാതൊരു കൂസലില്ലാതെ മക്കളിങ്ങനെ അഴിച്ചുവിടരുത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നതിന് പരിധിയുണ്ട്. ഇവിടെ ഒന്നും പൊടി പോലും കിട്ടില്ല നമുക്ക് അന്വേഷിച്ചാല്. ഇനി ഇവനെ പോലുള്ള റാക്കറ്റുകൾ ഇത് വിൽപ്പന നടത്തുന്നത് ഇത് ലിക്വിഡായിട്ടും പൗഡറായിട്ടും സ്റ്റാമ്പായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് പറയുന്നത് എന്താണെന്നറിയോ? മക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉയർച്ച ഉണ്ടാവും, നിങ്ങളുടെ പഠനത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാ. നമ്മുടെ മക്കൾ ഫുൾ A+ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ അവർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ്? മറിമായം.